നിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ചിട്ടുള്ള MLA പേരും അഡ്രസ്സും അതുപോലെ തന്നെ നല്ല അടിപൊളി ടൈലൊക്കെ ഒട്ടിച്ചിട്ടുള്ള സൂപ്പർ ബസ് വെയിറ്റിംഗ് ഷെഡാണ്. പക്ഷേ ഇരിക്കാനുള്ള ഇരിപ്പിടത്തിന്റെ കോലാണ്. ഈ കമ്പിമ്പോ എങ്ങനെ ആളുകൾ ഇരിക്കുക? എത്ര നല്ല റോഡാണ് ഈ വെട്ടി പൊളിക്കുന്നതെന്ന് അറിയോ? എന്ത് ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത റബ്ബറൈസ്, എത്ര നല്ല നിലവാരത്തിൽ ഉണ്ടാക്കിയ റബ്ബറൈസ് റോഡാണ് ഇപ്പൊ ഈ കാട്ടി വെച്ചിട്ടുള്ളത്. നമ്മളെ നികുതി പണം എടുത്തിട്ട് വെറുതെ ഇതാക്കണതൊക്കെ. അല്ല, ഇത് റോഡ് പണിക്ക് മുമ്പ് എന്താ ചെയ്യാൻ പറ്റാത്തതാണ്? എല്ലാ സമയത്ത് റോഡ് പണി കഴിഞ്ഞാലാണല്ലോ. റോഡ് പണിയായിട്ട് അവർക്ക് പാസ്സായി വരണമെന്നാണ് അവർ പറഞ്ഞത്. നമ്മളിപ്പോ എവിടെ ഉള്ളത്? നമ്മളിപ്പോ തിരൂരിനടുത്ത് തൃപ്രങ്കോട് ആലത്തിയൂർ റോട്ടിൽ വീരാഞ്ചിറ റോട്ടിൽ വരുന്ന ഭാഗത്താണ്. ഭയങ്കര സങ്കടട്ടോ അവിടുത്തെ കാഴ്ച കണ്ടാണ്. നമ്മുടെ നാട്ടിലെ അധികാരികളോടാണ്. എന്ത് ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത റബ്ബറൈസ്, എത്ര നല്ല നിലവാരത്തിൽ ഉണ്ടാക്കിയ റബ്ബറൈസ് റോഡാണ് ഇപ്പോൾ ഈ കാട്ടി വെച്ചിട്ടുള്ളത്. എല്ലാ പണികളും പൂർത്തിയാക്കിയതിൻ്റെ ശേഷം വന്നിട്ട് നിങ്ങൾ പൈപ്പ് ലൈനിനാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇത് ആലത്തിയൂർ സെൻറ്റർ, ആലത്തിയൂർ അങ്ങാടി. ഇവിടെ നിന്ന് ഇതാ ഈ കുറ്റിപ്പുറം തിരുനാവായ റോഡാണ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പൈപ്പ് ലൈനിൻ്റെ പണിക്ക് വേണ്ടിയിട്ട്. അതും ഏത് സൈസ് റോഡ്! ഈ അടുത്ത കാലത്തായിട്ട് നല്ല നിലവാരത്തിൽ റബ്ബറൈസ് ചെയ്തിട്ടുള്ള റോഡുകളിൽ ഒന്നാണിത്, ആലത്തിയൂർ തിരുനാവായ റോഡ്. ഏറ്റവും ചുരുങ്ങിയത് മിനിമം ഒരു 10-15 വർഷം വാറണ്ടി കൊടുത്തിട്ടുണ്ടാവും ഈ റോഡിന്. അത്രയും നല്ല നിലവാരത്തിൽ ചെയ്തിട്ടുള്ളത്. അതിന് നല്ല പൈസയും കൊടുത്തിട്ടുണ്ടാവും. ഇവരാരും പൈസ അല്ല, നമ്മളൊക്കെ നികുതി പണമാണ്. അതാണ് ഇപ്പോൾ ഈ കോലത്തിലാക്കി വെച്ചിരിക്കുന്നത്. ഒന്നായിട്ട് വെട്ടി പൊളിച്ചിട്ട് ഇനിയിപ്പോൾ ഇത് ഈ റോഡിന് എന്ത് നിലവാരമുള്ളത്? കേരളത്തിൻ്റെ പല ദിക്കിലും മുക്കിലും മൂലയിലും പോയാലും നമുക്ക് കാണാം ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, കാലങ്ങളായിട്ട് കിടക്കുന്ന റോഡുകൾ അങ്ങനെ കിടക്കുന്നുണ്ട്. ആ ഭാഗത്തേക്കൊന്നും ഇവർക്ക് പൈപ്പ് ലൈനിൻ്റെയും ഒന്നിൻ്റെയും വർക്കും ഉണ്ടാവില്ല, റോഡ് വർക്കും ഉണ്ടാവില്ല. എവിടെയെങ്കിലും റബ്ബറൈസ് റോഡാണ്ട് വർക്ക് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അപ്പം വരും JCB ആയിട്ട് ഇവർ പൊളിക്കാൻ. അതുവരെ അത് റബ്ബറൈസ് ചെയ്യുന്നതിന് മുമ്പ് പോയി ചോദിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അവർ പറയും പൈപ്പില്ല, മറ്റേതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ മടക്കുങ്ങളെ പണി നടത്തിട്ടെ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം വരും പൈപ്പ് എത്തിക്കിട്ട് പറഞ്ഞിട്ട് 1-2 വർഷം കഴിഞ്ഞിട്ട്. ഇത്രയും നല്ല ക്വാളിറ്റിയിൽ ഇവർ ടെൻഡർ വിളിച്ചാണ്ട് ഇത് കൊടുക്കേണ്ട ആവശ്യം എന്താ? അങ്ങനെ ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ടെങ്കിൽ ആ വർക്ക് കഴിഞ്ഞതിൻ്റെ ശേഷം അല്ലേ ഇവിടെ ടെൻഡറൊക്കെ വിളിച്ചിട്ട് ഇതേപോലെ റോഡ് വർക്ക് ചെയ്യാൻ പാടുള്ളായിരുന്നു. ഇതിൻ്റെ അധികാരികളോടാണ് ഞാൻ ചോദിക്കുന്നത്. മറുപടി നിങ്ങൾ തരണം. അതാണ് അതിൻ്റെ മര്യാദ. ഇപ്പോൾ ആ പൊളിച്ച ഭാഗങ്ങൾ ഒരു ലോക്കൽ പാച്ച് വർക്ക് ചെയ്യും, അത് പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിപ്പൊളിയും ചെയ്യും. ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചിട്ട് നാട് നന്നാക്കാനാണെന്നും പറഞ്ഞ് തെക്കും വടക്കും ഓടുന്ന അധികാരി വർഗ്ഗങ്ങളെ നിങ്ങളിതൊന്നും കാണുന്നില്ലേ? അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ ലോബികളെ, നിങ്ങളൊക്കെ പരിപൂർണ പരാജയമാണ് ഞങ്ങൾ ഇതിലൂടെ കാണുന്നത്. കാര്യം ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് അടിയിൽ കൂടെ പൈപ്പ് ലൈൻ വലിയത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ടെൻഡർ കൊടുത്തിട്ട് എത്രയോ പൈസൻ്റെ റോഡല്ല നിങ്ങൾ ഈ നശിപ്പിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് പോരെ നിങ്ങൾക്ക് ഈ റോഡിൻ്റെ വർക്ക് എന്താ ചെയ്യാൻ? അങ്ങനല്ലേ ചെയ്യേണ്ടത്? ബുദ്ധിയുള്ള ആളുകൾ അങ്ങനല്ലേ ചെയ്യുക. കാര്യം നല്ല രീതിയിൽ കാര്യങ്ങൾ സ്മൂത്തായിട്ട് ചെയ്യാനാണ് വോട്ട് ചെയ്തിട്ട് ജനങ്ങളെ നിങ്ങളെ വിജയിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെ പൊട്ടത്തരം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇതൊക്കെ അവനവൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന മുതൽ പൈസ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യുമോ? ഇല്ല, ഒരിക്കലും ചെയ്യില്ല. കാര്യം ഇത് ജനങ്ങളുടെ നികുതി പൈസ കൊണ്ട് ഉണ്ടാക്കിയ സംഭവങ്ങളല്ലേ, എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ്. പിന്നെ ജനങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർഗ്ഗം ഞങ്ങൾ പറഞ്ഞിട്ടാ പാവപ്പെട്ട ആളുകൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വക കാട്ടിക്കൂട്ടലുകളൊക്കെ മനസ്സിലുണ്ട്. സംഭവം അത് കുടിവെള്ളം ഓരോ ഭാഗത്തേക്ക് കുടിവെള്ളം ഇല്ലാതെ ജനങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ കൊണ്ടുപോകുന്നത്. പക്ഷെ അത് വേറെ ഉള്ളവൻ്റെ നെഞ്ഞത്ത് ചവിട്ടിയിട്ടാണ് ഈ പോകുന്നത്. എത്ര പൈസയാണ് ഈ മെനക്കെട്ട് കണ്ട് ഈ പോകുന്നത്? ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടാ? നമ്മളൊക്കെ ലീവിന് വരുമ്പോൾ നമ്മുടെ നാട്ടിലെ റോഡ് ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കൂല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളോട് വന്നു കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് വീണ്ടും ഇത്ര നല്ല റോഡാണ് ഈ വെട്ടി പൊളിക്കുന്നത് അറിയോ? ഇതുപോലെ തന്നെ കിടക്കുകയാണ്. നല്ല നിലവാരത്തിലുള്ള റോഡാണ് ഇപ്പൊ ഈ കോലത്തിലാക്കി വെച്ചിട്ടുള്ളത്. വാട്ടർ അതോറിറ്റിന്റെ പൈപ്പ് അല്ലേ പോകുന്നത്? ഇനിയിപ്പോ ഈ പൈപ്പ് വലിച്ചിട്ട് വലിയ കാര്യമുണ്ടോ? പൈപ്പിന് വെള്ളം കിട്ടുമോ? നേരം വെള്ളം നമ്മുടെ നാട്ടില് പൈപ്പ് ഇട്ടിട്ട് തന്നെ ഇവിടെ 3 കൊല്ലം കഴിഞ്ഞ് അതിൽ 2 ജീവൻ പോയി. അടുത്ത നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റോട് പറയും, തുപ്പങ്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. അപ്പൊ അനുമതി ഇപ്പോൾ കിട്ടിയത്, അനുമതി തുടങ്ങി ഞങ്ങൾ ഇവിടെ തടഞ്ഞാണ് ഒരു വർഷം ഇവിടെ. അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ വന്ന് സംസാരിച്ച് ഞങ്ങൾക്ക് പേപ്പറും കാര്യങ്ങളും കാണിച്ചു. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ തുടങ്ങുന്നത് എവിടുന്നാണ്? അവിടുന്ന് ലാസ്റ്റ് അവിടുന്ന് പോയി സെന്റർ നിങ്ങൾ തുടങ്ങലെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ടാങ്കിന്റെ ഒന്നും പണിയൊന്നും നടന്നിട്ടില്ല. അതിന് മുന്നേ തന്നെ ഇവര് കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ മറ്റേ താന്നൂര് കൊണ്ടുവന്ന വെള്ളത്തിലൊന്നും പൈപ്പിലൊന്നും വെള്ളമില്ല. ഇപ്പൊ ഇനി ഇത് ശരിയാക്കി തരുന്ന എഗ്രിമെന്റ് എഗ്രിമെന്റ് ഒന്നും അവര് കാണിച്ചു തന്നില്ല. അങ്ങനെ കിടക്കും. എപ്പോഴും ശരിയാക്കുന്ന അപ്പൊ ശരിയല്ലോ. അതുവരെ ഈ പൊടിയും പാറിയിട്ട് കിടക്കും. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് പണ്ട്, എന്താന്നറിയാ, എപ്പോഴാണ് അവൻ പൈപ്പിടാൻ അടുത്ത പൊളിക്കലെന്ന്. പക്ഷെ ഞാൻ വിചാരിച്ചത് എന്നറിയാ, ഇനി അതൊന്നും ഉണ്ടാവില്ല, മാറി വരുന്ന ഗവൺമെന്റുകളൊക്കെ അല്ലേ, അപ്പോൾ അഡ്വാൻസ് ടെക്നോളജി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും എന്നൊക്കെ കരുതിയത്. പക്ഷെ ഒരു മാറ്റവും ഇല്ല നമ്മളെ നാട്. ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയുക, എത്ര പ്രക്ഷോഭം ഉണ്ടായാലും എത്ര കണ്ട് പറഞ്ഞാലും ഇതുവരെ മനസ്സിലാവാത്ത കുറേ ആളുകൾ ഇപ്പോഴും നാട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ
ഇത്രയും ടെക്നോളജി ഒക്കെ വളർന്നിട്ടും എത്ര മനോഹരമായിട്ട് നിങ്ങൾ കണ്ടില്ലേ റോഡ്. ഈ റോഡാണ് ഈ കോലത്തിൽ പൊളിച്ചിട്ട് കിടക്കുന്നത്. 2 ബസ് സുഖമായിട്ട് പോകാൻ പറ്റിയുന്ന ഒരു റോഡാണ്. ഈ അലാക്കിലെ വലിയ ചാല് കയറി ഇതിപ്പോ ഇവിടെ മാത്രല്ല, കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലക്കിലൊക്കെ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. ചെറിയ റോഡൊക്കെ 10 മീറ്റർ, അതേമാതിരി 100 മീറ്റർ റോഡിനൊക്കെ എത്രയോ ലക്ഷമാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇതിപ്പോ ഈ ആലത്തൂർ മുതൽ ഏത് വരെയാണ് ഇപ്പൊ ഈ പൊളിക്കാൻ പോകുന്നത്? ചെറിയാർപൂർ റോഡിൽ എത്രയോ കിലോമീറ്റർ ആണ് ഇപ്പൊ ഈ റോഡ് ഈ പൊളിക്കുന്നത്. എത്ര കോടി ഉറുപ്പിന്റെ റോഡാണ്, അത്രയും നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയ റോഡാണ്. ഇതിന് ഇപ്പൊ റിപ്പയർ ചെയ്താല് ഒരിക്കലും ഈ ലെവലിൽ ഇവർക്ക് ഇത് റിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മളിത് ഇവിടെ സ്ഥിരം പോകുന്നതാണ്, അതുകൊണ്ടാണ് ഒരു വിഷമത്തോടെ തന്നെ ഇത് പറയുന്നത്. ശരിക്കും ഇത് സവാബേ, ഇതിനിപ്പോ റിപ്പയർ ചെയ്താൽ ഇപ്പൊ ഈ പറയല്ലോ അവരിത് മെയിൻറ്റെയിൻ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ടോന്ന് നമ്മൾ ചോദിച്ചല്ലോ. അവർ മെയിൻറ്റെയിൻ ചെയ്താലും ഈ റബ്ബറൈസ് ഈ ക്വാളിറ്റിയിൽ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അവര് ഒരു ഒന്നായിട്ട് ധാര എഴുതിയാണ്ട് ഇങ്ങനെ ഇതാക്കിയാണ്ട് പോകുള്ളൂ. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ മുമ്പൊക്കെ. ഇവിടെയുള്ള ഈ വീട്ടുകാരും ഇവരൊക്കെ അവസ്ഥ ഇനി എന്തായിരിക്കും? ഈ റോട്ടിലേക്ക് വരണേ ഒരു ഓട്ടോ വിളിച്ചാൽ പോലും വരില്ല, ആ കോലത്തിലായിരിക്കും. അത്രയും നല്ല ഒരു ജലദോഷം പിടിച്ച് അതിന് പരാതിപ്പെട്ടിട്ടായിരിക്കും നനച്ചിട്ടുണ്ടാവും. ഇതൊക്കെ സംഭവം എന്താ അറിയോ, ഇതൊക്കെ വേണ്ടതാണ് നമ്മുടെ നാടിന്, പുരോഗമനമൊക്കെ വേണ്ട. പക്ഷെ ഇതൊക്കെ ഈ റോഡ് വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ റോഡ് പണി കഴിഞ്ഞാൽ അപ്പൊ വരും പൈപ്പ് എത്തിന്ന് പറഞ്ഞിട്ട്. അതിന്റെ മുന്നേ ചോദിച്ചാൽ പൈപ്പ് ഉണ്ടാവില്ല. KCB-യിലാണെന്നുണ്ടെങ്കിൽ അവരിതുണ്ടാവില്ല. ഇവ വാട്ടർ അതോറിറ്റിക്കാരാണ്, അവരും ഉണ്ടാവില്ല. നല്ല റോഡ് എത്രയോ കോടികൾ മുടക്കുക. ഇതന്നെ സംഭവം ഇതൊക്കെ. അപ്പൊ ഈ അധികാരികൾ ഇത്രയും മോശപ്പെട്ട പരിപാടിയാണ് കേട്ടോ, വളരെ മോശപ്പെട്ട പരിപാടി. പക്ഷെ ടാങ്കിന്റെ വർക്ക് ഇതുവരെ തൊട്ട് പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ മുന്നേ അവര് റോഡ് കുത്തിപ്പൊളിച്ചത്. ഞാൻ ഇന്നലെ എടപ്പാൾ വഴി പോകുമ്പോൾ എടപ്പാൾ കഴിഞ്ഞിട്ട് എടപ്പാൾ നടുവട്ടം ആ റോഡൊക്കെ ഉണ്ട്, ഇതേപോലെ തന്നെ ഹൈവേ. അത് പിന്നെ ഒരുപാട് വീതി ഉണ്ട് നോക്കുക. സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കുറെ അങ്ങനെ കട്ട് ചെയ്ത് പോകുന്നത്. അതൊക്കെ നല്ല റോഡാണ് ഈ കൊളാക്കുന്നത്. കോൺട്രാക്ടർമാർ എത്രയോ പൈസ മുടക്കിയിട്ടാണ് അവർ ആ വർക്ക് ചെയ്യുന്നത്. ആ വർക്കൊക്കെ അങ്ങോട്ട് കൊളാക്കുകയാണ്. അവരെ പൈസ ഒക്കെ വെള്ളത്തിലാവില്ലേ? എന്ത് കാര്യമുണ്ട് ഇപ്പൊ ഇതൊക്കെ ഇത്രയും ഇതിലൊക്കെ ഇട്ട്? ഞങ്ങളെ നാട്ടിലുണ്ടാകാത്ത പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയില്ല, എല്ലായിടത്തും ഉണ്ടാവും.